ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് കേരള PSC 2025 ചോദിച്ച 50ഓളം ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോയുടെ ലെങ്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഓപ്ഷൻസ് വായിക്കുന്നത് പരമാവധി ഒഴിവാക്കിയിട്ടുണ്ട്. ചോദ്യം 1. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ച മൗലിക അവകാശം ഏത്? അത് ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശമാണ്. 2. ഭരണഘടനാ ഭേദഗതികളിലൂടെ മൗലികാവകാശങ്ങൾ ഒഴിവാക്കപ്പെടുകയും കൂട്ടിച്ചേർക്കുകയും ചെയ്ത അവകാശങ്ങൾ. വിദ്യാഭ്യാസത്തിനും സ്വത്തിനുമുള്ള അവകാശം. ചോദ്യം 3. ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? ഉത്തരം പാർലമെൻറ്റ്. ഭരണഘടനാ ദിനം നവംബർ 26. ഏതു ഭരണഘടനാ ഭേദഗതിയാണ് ചെറു ഭരണഘടന എന്ന് വിളിക്കുന്നത്? 42ാം ഭേദഗതി. ലോകസഭയിലും സംസ്ഥാന നിയമസഭയിലും വനിതകൾക്ക് 33% സംവരണം നടപ്പിലാക്കാൻ നിർദ്ദേശിക്കുന്ന ഭരണഘടനാ ഭേദഗതി ഏത്? അത് 106ാം ഭരണഘടനാ ഭേദഗതിയാണ്. ഇന്ത്യൻ ഭരണഘടന പ്രകാരം പൗരത്വം ആർജിക്കാനുള്ള മാർഗങ്ങൾ താഴെ പറയുന്നു. ഇവയിൽ ശരിയായ പ്രസ്താവന ഏത്? അതിൽ 1 ജന്മസിദ്ധമായ പൗരത്വം, 2 പിന്തുടർ വഴിയുള്ള പൗരത്വം, രജിസ്ട്രേഷൻ വഴിയുള്ള പൗരത്വം, പ്രദേശ സംയോജനം മൂലം ലഭിക്കുന്ന പൗരത്വം. ഇതിൽ ഓപ്ഷൻ ഡി എല്ലാം ഇതിൻ്റെ ശരി ഉത്തരമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജന്മസിദ്ധമായ പൗരത്വവും, പിന്തുടർ വഴിയുള്ള പൗരത്വവും, രജിസ്ട്രേഷൻ വഴിയുള്ള പൗരത്വവും, പ്രദേശ സംയോജനം മൂലം ലഭിക്കുന്ന പൗരത്വം, ഇങ്ങനെ ഈ 4 രീതികൾ കൂടെയും ഇന്ത്യൻ ഭരണഘടന പ്രകാരം ഒരാൾക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കും. 9ാമത്തെ ചോദ്യം. നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ തെറ്റായത് എഴുതുക എന്നുള്ളതാണ്. ഓപ്ഷൻ എ. നിർദ്ദേശക തത്വങ്ങൾ ന്യായവാദാർഹങ്ങളാണ്. അവ ലംഘിക്കപ്പെട്ടാൽ പൗരന് കോടതിയെ സമീപിക്കാവുന്നതാണ്. ഓപ്ഷൻ ബി. നിർദ്ദേശക തത്വങ്ങൾ സമൂഹത്തിൻ്റെ താൽപ്പര്യങ്ങളും ക്ഷേമവും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി നിലകൊള്ളുന്നു. ഓപ്ഷൻ സി. നിർദ്ദേശക തത്വങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യാൻ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുന്നു. ഓപ്ഷൻ ഡി. നിർദ്ദേശക തത്വങ്ങൾ സാമ്പത്തിക സാമൂഹ്യ നീതിക്ക് ഊന്നൽ നൽകുന്നു. ഇതിൽ ഓപ്ഷൻ എ ആണ് തെറ്റായത്. നിർദ്ദേശക തത്വങ്ങൾ ന്യായവാദാർഹങ്ങളാണ്. അവ ലംഘിക്കപ്പെട്ടാൽ പൗരന് കോടതിയെ സമീപിക്കാവുന്നതാണ്. ഇത് ഓപ്ഷൻ തെറ്റാണ് ഉത്തരം. 10ാമത്തെ ചോദ്യം. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ച മൗലിക അവകാശം എന്ത്? അത് ഓപ്ഷൻ സി ആണ്. ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ച മൗലിക അവകാശം ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം. ചോദ്യം 11. ഭരണഘടനാ നിർമ്മാണ സമിതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്തുക. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. 2. ക്യാബിനറ്റ് മിഷൻ പദ്ധതി അനുസരിച്ചാണ് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപം കൊണ്ടത്. 3. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം നടന്ന 1946 കൽക്കത്തയിൽ വെച്ചാണ്. 1949 നവംബർ 26 ഭരണഘടനാ നിർമ്മാണ സമിതി ഭരണഘടന അംഗീകരിച്ചത്. ഇതിൽ ഉത്തരം സി ആണ്. 2ഉം 4ഉം ശരി. ക്യാബിനറ്റ് മിഷൻ പദ്ധതി അനുസരിച്ചാണ് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപം കൊണ്ടത്. 1949 നവംബർ 26 ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഭരണഘടന അംഗീകരിച്ചത്. അത് രണ്ടുമാണ് ശരി. ചോദ്യം 12. ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചപ്പോൾ ചെയർമാനും മറ്റംഗങ്ങളും ആരെല്ലാമായിരുന്നു? ആൻസർ ഫസൽ അലി, KM പണിക്കർ, HN കുൻസ്രു. ചോദ്യം 13. 6നും 14 വയസ്സിനിടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം ലഭിക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കേണ്ടത് രക്ഷിതാക്കളുടെ കടമയാണ് എന്നത് മൗലിക കടമകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏത്? അത് 2002 86ാം ഭരണഘടനാ ഭേദഗതിയാണ്. ചോദ്യം ഒന്നുകൂടെ പറയാം. 6 വയസ്സിനും 14 വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം ലഭിക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കേണ്ടത് രക്ഷിതാക്കളുടെ കടമയാണ് എന്നത് മൗലിക കടമകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി 2002 86ാം ഭരണഘടനാ ഭേദഗതി. അടുത്തത് മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായത് ഏതെന്നുള്ളൊരു ചോദ്യമായിരുന്നു. അതിൽ ഇന്ത്യൻ പ്രസിഡന്റ് 352 വകുപ്പ് അനുസരിച്ച് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ 19ാം വകുപ്പ് പ്രകാരമുള്ള മൗലികാവകാശങ്ങൾ മരവിപ്പിക്കപ്പെടുന്നു എന്നുള്ളത് ഒന്നാമത്തത്. 2. മൗലികാവകാശങ്ങൾ ന്യായവാദാർഹങ്ങളാണ്. 3. 2002 86ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. ഭരണഘടനയുടെ 21ാം വകുപ്പിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പരാമർശിക്കുന്നു. ഇതിൽ 1ഉം 2ഉം 3ഉമാണ് ശരി. ഇന്ത്യൻ പ്രസിഡന്റ് 352 വകുപ്പ് അനുസരിച്ച് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ 19ാം വകുപ്പ് പ്രകാരമുള്ള മൗലികാവകാശങ്ങൾ മരവിപ്പിക്കപ്പെടുന്നു. മൗലികാവകാശങ്ങൾ ന്യായവാദാർഹങ്ങളാണ്. 2002 86ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. ചോദ്യം 15. ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്ന സ്വകാര്യ സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഓപ്ഷൻ 1. സ്വകാര്യ സ്വത്തവകാശം മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായ കാലയളവിലാണ്. 1978 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വകാര്യ സ്വത്തവകാശം മൗലികാവകാശ പട്ടികയിൽ നീക്കം ചെയ്തത്. 3. നിലവിൽ ഭരണഘടനയുടെ 300A വകുപ്പിലാണ് സ്വകാര്യ സ്വത്തവകാശത്തെക്കുറിച്ച് പറയുന്നത്. ഇതിൽ 2ഉം 3ഉം മാത്രമാണ് ശരി. 1978 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വകാര്യ സ്വത്തവകാശം മൗലികാവകാശ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തത്. നിലവിൽ ഭരണഘടനയുടെ 300A വകുപ്പിലാണ് സ്വകാര്യ സ്വത്തവകാശത്തെക്കുറിച്ച് പറയുന്നത്. ചോദ്യം 16. ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് വകുപ്പിലാണ് ദേശീയ പതാകയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? 51A എയുടെ വകുപ്പിലാണ്.
ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് വകുപ്പിലാണ് ദേശീയ പതാകയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? 51A അതിൻ്റെ ഭാഗത്താണ് പ്രതിപാദിക്കുന്നത്. 17ാമത്തെ ചോദ്യം, അവസര സമത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏത്? അത് 16ാം വകുപ്പാണ്. അവസര സമത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് അത് 16ാം വകുപ്പാണ്. ഇന്ത്യൻ ഭരണഘടന പ്രകാരം സമ്പത്തിൻ്റെ കേന്ദ്രീകരണം ഇവയെ ലംഘിക്കുന്നു. ഒരു 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യ നയത്തിൻ്റെ നിർദ്ദേശ തത്വങ്ങൾ, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ക്ഷേമം എന്ന ആശയം. ഇതിൽ 2 മാത്രമാണ് ശരി. ഇന്ത്യൻ ഭരണഘടന പ്രകാരം സമ്പത്തിൻ്റെ കേന്ദ്രീകരണം, സംസ്ഥാന നയത്തിൻ്റെ നിർദ്ദേശ തത്വങ്ങൾ ഇവയാണ് ലംഘിക്കുന്നത്. ചോദ്യം 19, ഇന്ത്യൻ രാഷ്ട്ര നിർദ്ദേശ തത്വങ്ങൾ ഭരണഘടനയുടെ ആമുഖത്തിൽ വിഭാവനം ചെയ്തിരിക്കുന്ന സാമൂഹിക സാമ്പത്തിക നീതിയുടെ സത്തയെ ഏറ്റവും നേരിട്ട് ഉൾക്കൊള്ളുന്ന ആർട്ടിക്കിൾ ഏതായിരുന്നു? ചോദ്യം. ഇന്ത്യൻ രാഷ്ട്ര നിർദ്ദേശ തത്വങ്ങൾ ഭരണഘടനയുടെ ആമുഖത്തിൽ വിഭാവനം ചെയ്തിരിക്കുന്ന സാമൂഹിക സാമ്പത്തിക നീതിയുടെ സത്തയെ ഏറ്റവും നേരിട്ട് ഉൾക്കൊള്ളുന്ന ആർട്ടിക്കിൾ ഏതാണെന്നായിരുന്നു ചോദ്യം. 4 ഓപ്ഷൻ തന്നിട്ടുണ്ടായിരുന്നു. ആർട്ടിക്കിൾ 39, ആർട്ടിക്കിൾ 38, ആർട്ടിക്കിൾ 43, ആർട്ടിക്കിൾ 47. ഇതിൻ്റെ ആൻസർ ബി ആണ്, ആർട്ടിക്കിൾ 38. അടുത്ത 20ാമത്തെ ചോദ്യം, മൗലിക സമത്വം പ്രധാനമായും എന്താണ് ഊന്നി പറയുന്നത്? 1 പശ്ചാത്തലം പരിഗണിക്കാതെ തുല്യ പരിഗണന, 2 സംസ്ഥാനത്തിൻ്റെ ഇടപെടലില്ലായ്മ, 3 പോരായ്മകൾ പരിഹരിക്കുന്നതിനുള്ള ക്രിയാത്മക നടപടികൾ, 4 എല്ലാവർക്കും തുല്യ നിയമപരമായ അവകാശങ്ങൾ. ഇതിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൗലിക സ്വത്വമായും പ്രധാനമായും പോരായ്മകൾ പരിഹരിക്കുന്നതിനുള്ള ക്രിയാത്മകമായ നടപടികളാണ് ഊന്നി പറയുന്നത്. ചോദ്യം 21, നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്ന് ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പറയുന്നു? അത് ആർട്ടിക്കിൾ 14ആണ്. 22, ഹൈക്കോടതികൾക്ക് റിട്ട് പുറപ്പെടുവിക്കാൻ അധികാരം നൽകിയിട്ടുള്ള ഭരണഘടനാ വകുപ്പ് ഏത്? അത് അനുച്ഛേദം 226ആണ്. ചോദ്യം നമ്പർ 23, ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് നിയമത്തിന് മുന്നിലുള്ള സമത്വം നൽകുന്നത്? അത് അനുച്ഛേദം 14ആണ്. സർക്കാർ ഉദ്യോഗസ്ഥരോട് തങ്ങളുടെ കടമ നിർവഹിക്കാൻ നിർബന്ധിക്കുന്ന റിട്ട് അത് മാൻഡാമസ് റിട്ടാണ്. 25, ഇന്ത്യൻ മൗലിക കടമകൾ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? അത് സ്വരൺ സിംഗ് കമ്മിറ്റിയാണ്. 26, ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? അനുച്ഛേദം 51A. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളോ ഏവാന്നായിരുന്നു അടുത്തത്. അതിൽ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ആദ്യത്തത് ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം മുന്നോട്ട് വെച്ചത് M.N. റോയ് 1934. ആദ്യ സമ്മേളനം നടന്ന 1946 ഡിസംബർ 9. ഭരണഘടന എഴുതി തയ്യാറാക്കി അംഗീകാരം ലഭിച്ചത് 1949 നവംബർ 26. സഭയുടെ ആദ്യത്തെ പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ഇത് 4 ഓപ്ഷനായിട്ട് തന്നിട്ടുള്ളത്. ഇതിൽ ശരിയായ ഉത്തരം സി ആണ്. ഭരണഘടന എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 3 ഓപ്ഷനാണ് ശരി. ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം മുന്നോട്ട് വെച്ചത് M.N. റോയ് 1934. ആദ്യ സമ്മേളനം നടന്ന 1946 ഡിസംബർ 9. ഭരണഘടന എഴുതി തയ്യാറാക്കി അംഗീകാരം ലഭിച്ചത് 1949 നവംബർ 26. ചോദ്യം നമ്പർ 28, ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അസംബ്ലിയിൽ അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ഭരണഘടനയുടെ ഭാഗം ഏതാണ് എന്നാണ്. ഉത്തരം ആമുഖം. ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അസംബ്ലിയിൽ അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ഭരണഘടനയുടെ ഭാഗം ആമുഖമാണ്. ചോദ്യം നമ്പർ 29, ഇന്ത്യൻ പൗരത്വവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകളോ അവ ഏതെന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകപൗരത്വം എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നാണ്. ഭരണഘടനയുടെ ഭാഗം 4 പൗരത്വത്തെപ്പറ്റി പ്രതിപാദിക്കുന്നു. മൂന്നാമത്തേതെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പൗരത്വം ആർജിക്കാനുള്ള മാർഗമാണ് ചിരകാലവാസം. നാലാമത്തേത് ഭരണഘടനയുടെ വകുപ്പ് 4 മുതൽ 12 വരെ പൗരത്വത്തെപ്പറ്റി പ്രതിപാദിക്കുന്നു. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ തെറ്റായിട്ടുള്ള ഒരു പ്രസ്താവന ഭരണഘടനയുടെ വകുപ്പ് 4 മുതൽ 12 വരെ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുള്ളത്. അപ്പോൾ ഏകപൗരത്വം എന്ന ആശയം ഇന്ത്യ ബ്രിട്ടനിൽ നിന്നാണ് കടമെടുത്തത്. ഭരണഘടനയുടെ 4ാം ഭാഗത്ത് പൗരത്വത്തെപ്പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. ഇന്ത്യൻ പൗരത്വം ആർജിക്കാനുള്ള മറ്റൊരു മാർഗമാണ് ചിരകാലവാസം. അതിൽ അടുത്തത് 30ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് 44 ഉൾപ്പെട്ടിരിക്കുന്നത് ഭരണഘടനയുടെ ഏത് തത്വങ്ങളിലാണ്? അത് നിർദ്ദേശ തത്വങ്ങളിലാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് 44 ഉൾപ്പെട്ടിരിക്കുന്നത് ഭരണഘടനയുടെ നിർദ്ദേശ തത്വങ്ങളിലാണ്. 31ാമത്തെ ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കാൻ കാരണമായ ബ്രിട്ടീഷ് പദ്ധതി ഏത്? ഉത്തരം ക്യാബിനറ്റ് മിഷൻ. ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കാൻ കാരണമായ ബ്രിട്ടീഷ് പദ്ധതി ക്യാബിനറ്റ് മിഷൻ. 32ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ വിദ്യാഭ്യാസത്തിനുള്ള അവകാശവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായത് ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇതിൽ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഞാൻ അതിൽ ശരി ഉത്തരമായിട്ട് പറയുന്നത് രാഷ്ട്രം 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകേണ്ടതാണ്. 2002 86ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. ഇപ്പോൾ ഇത് രണ്ടുമാണ് ശരി ഉത്തരം. രാഷ്ട്രം 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകേണ്ടതാണ്. 2002 86ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. അടുത്തത് 33ാമത്തെ ചോദ്യം, ഭരണഘടനയുടെ ആമുഖത്തിൽ വിട്ടുപോയ ഭാഗം എഴുതുക. ഭാരതത്തിലെ ജനങ്ങളായ നാം ഭാരതത്തെ ഒരു സോഷ്യലിസ്റ്റ് മതേതര
ജനാധിപത്യ റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുന്നു? അതിൽ ഉത്തരം എന്ന് പറഞ്ഞാൽ പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുന്നതാണ്. ഭാരതത്തിലെ ജനങ്ങളായി നാം ഭാരതത്തെ ഒരു സോഷ്യലിസ്റ്റ് മതേതര പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുന്നു. 34ാമത്തെ ചോദ്യം. 1950 മുതൽ ഭരണഘടനയിലെ സ്വത്തവകാശത്തെ പരിമിതപ്പെടുത്തുവാൻ നിരവധി നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. 1978 എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്തത്? അതിന് ഉത്തരം 44ാമത്തത്. ചോദ്യം ഇത്രയേ ഉള്ളൂ. സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്ത ഭേദഗതി 1978 ഭേദഗതി 44ാം ഭേദഗതിയാണ്. 35ാമത്തെ ചോദ്യം. ഭരണഘടനയുടെ നിർദ്ദേശക തത്വങ്ങളെ ലക്ഷ്യങ്ങൾ, നയങ്ങൾ, ന്യായവാദാർഹമല്ലാത്ത അവകാശങ്ങൾ എന്നിങ്ങനെ തരംതിരിക്കാം. താഴെ പറയുന്ന നയങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതാണ്? താഴെ പറയുന്നവയിൽ നയങ്ങൾ ഉൾപ്പെടുന്ന ഏതാണ് എന്ന് പറഞ്ഞാൽ ചോദ്യം ഒന്നുകൂടെ ആവർത്തിക്കാം. ഭരണഘടനയുടെ നിർദ്ദേശ തത്വങ്ങളെ ലക്ഷ്യങ്ങൾ, നയങ്ങൾ, ന്യായവാദാർഹമല്ലാത്ത അവകാശങ്ങൾ എന്നിങ്ങനെ തരംതിരിക്കാം. താഴെ പറയുന്നവയിൽ നയങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതാണ്? ഓക്കെ, അപ്പോൾ അതിൻ്റെ ഓപ്ഷൻസോടെ ഒന്ന് വായിച്ചേക്കാം. എ ജനക്ഷേമം, സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ നീതി. ബി മതിയായ ഉപജീവന മാർഗം. സി ഏകീകൃത സിവിൽ കോഡ്. ഡി പുരുഷനും സ്ത്രീക്കും തുല്യ ജോലിക്ക് തുല്യ വേതനം. അതിൻ്റെ ഉത്തരം ഏകീകൃത സിവിൽ കോഡാണ്. ചോദ്യം ഒന്നും കൂടെ ആവർത്തിക്കാം. ഭരണഘടനയുടെ നിർദ്ദേശ തത്വങ്ങളെ ലക്ഷ്യങ്ങൾ, നയങ്ങൾ, ന്യായവാദാർഹമല്ലാത്ത അവകാശങ്ങൾ എന്നിങ്ങനെ തരംതിരിക്കാം. അപ്പോൾ അതിൽ താഴെ പറയുന്നവയിൽ നയങ്ങൾ ഉൾപ്പെടുന്നത് ഏതാണ് എന്നാണ്. അത് ഏകീകൃത സിവിൽ കോഡാണ് ഒരു നയങ്ങളിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ 36ാമത്തെ ചോദ്യം. ഭരണഘടനയിലെ അനുച്ഛേദം 21A ആർട്ടിക്കിൾ എന്താണ് ഉറപ്പുവരുത്തുന്നത്? അതിന് ഉത്തരം എന്ന് പറയുന്നത് 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും രാഷ്ട്രം നിയമം വഴി രീതിയിൽ സൗജന്യവും അങ്ങനെയുള്ള തീരുമാനിക്കാൻ നിർബന്ധിതവുമായ വിദ്യാഭ്യാസത്തിന് വ്യവസ്ഥ ചെയ്യേണ്ടതാണ്. എന്ന് പറഞ്ഞാൽ 6 മുതൽ 14 വയസ്സ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതാണ് അനുച്ഛേദം 21A. അടുത്തത് 37ാം ചോദ്യം. ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ 17 അംഗങ്ങളുണ്ടായിരുന്നു. ഇതിൽ താഴെ തന്നിരിക്കുന്നവയിൽ ആരാണ് തിരുവിതാംകൂർ പ്രവിശ്യയിൽ നിന്നുള്ള അംഗം? അപ്പോൾ ഇതിന് ഓപ്ഷനോടൊന്ന് വായിച്ചേക്കാം. കെ എ മുഹമ്മദ്, പനമ്പള്ളി ഗോവിന്ദമേനോൻ, എ കെ മേനോൻ, കെ മാധവമേനോൻ. ഇതിനുത്തരം പനമ്പള്ളി ഗോവിന്ദമേനോനാണ്. അപ്പോൾ 17 അംഗം മലയാളി അംഗങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിൽ തിരുവിതാംകൂർ പ്രവിശ്യയിൽ നിന്നുള്ള ഒരംഗം ഇതിൽ പറയപ്പെടുന്നത് പനമ്പള്ളി ഗോവിന്ദമേനോനാണ്. 38ാമത്തെ ചോദ്യം. ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സാമൂഹ്യ നീതി, സാമ്പത്തിക നീതി, രാഷ്ട്രീയ നീതി എന്നീ 3 തരം നീതികളും കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? അതിനുത്തരം ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്നാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സാമൂഹ്യ നീതി, സാമ്പത്തിക നീതി, രാഷ്ട്രീയ നീതി എന്നിങ്ങനെ 3 തരം നീതികളും കടമെടുത്തിരിക്കുന്നത് ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്നാണ്. 39ാമത്തെ ചോദ്യം. തുടർച്ചയായ എത്ര വർഷക്കാലം ഇന്ത്യക്ക് പുറത്തു സ്ഥിരതാമസമാക്കിയാലാണ് പൗരത്വാപഹരണം വഴി കേന്ദ്ര ഗവൺമെൻറ്റിന് ഒരാളുടെ പൗരത്വം ഇല്ലാതാക്കാൻ കഴിയുന്നത്? അതിനുത്തരം 5 വർഷമാണ്. അപ്പോൾ തുടർച്ചയായിട്ട് 5 വർഷം ഒരാൾ ഇന്ത്യയിൽ താമസിച്ചില്ല എന്നുണ്ടെങ്കിൽ അയാളുടെ പൗരത്വം നഷ്ടപ്പെടും. 40ാമത്തെ ചോദ്യം. ഭരണഘടനാ ഭേദഗതിയിലൂടെ എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടന ഉൾപ്പെടുത്തിയത്? അതിന് ഉത്തരവായിട്ട് വരുന്നത് 52ാം ഭേദഗതിയാണ്. അപ്പോൾ 52ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്. 41ാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ താഴെ തന്നിരിക്കുന്ന സൂചനകൾ വായിച്ച് അവ ഏത് ആക്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് കണ്ടെത്തുക എന്നുള്ളതാണ്. അതിൽ സൂചനകൾ തന്നിരിക്കുന്നത് കേന്ദ്രത്തിനും അന്നത്തെ പ്രവിശ്യകൾക്കുമായി അധികാരം വിഭജിച്ചു, 321 വിഭാഗങ്ങളും 10 പട്ടികകളും, ദുർബല വിഭാഗങ്ങൾ, സ്ത്രീകൾ, തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക മണ്ഡലങ്ങൾ. ഇത് മൂന്നുമാണ് അവർ സൂചനയായിട്ട് തന്നിട്ടുള്ളത്. അല്ല, ഓപ്ഷൻസ് തന്നിട്ടുള്ളത് ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആക്ട്, ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്, വെർണാക്കുലർ പ്രസ് ആക്ട്. അതിൻ്റെ ഉത്തരം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. അപ്പോൾ സൂചനകൾ ഒന്നുകൂടെ പറയാം. കേന്ദ്രത്തിനും അന്നത്തെ പ്രവിശ്യകൾക്കുമായി അധികാരം വിഭജിച്ചു, 321 വിഭാഗങ്ങളും 10 പട്ടികകളും, ദുർബല വിഭാഗങ്ങൾ, സ്ത്രീകൾ, തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക മണ്ഡലങ്ങൾ. ഇത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിനെ സൂചിപ്പിക്കുന്നതാണ്. 42ാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്നതിൽ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സവിശേഷതകൾ പെടാത്തത് ഏത് എന്ന് കണ്ടെത്തുക എന്നുള്ളതാണ്. ഓപ്ഷൻ എ നിർമ്മാണ കാലയളവ് 2 വർഷം 11 മാസം 15 ദിവസം. ആദ്യ സമ്മേളനം 1946 ഡിസംബർ 9. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ജവഹർലാൽ നെഹ്റു. തിരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ജവഹർലാൽ നെഹ്റു എന്നുള്ളതാണ് ഈ സവിശേഷതകൾ പെടാത്തത്. 43ാമത്തെ ചോദ്യം. ചെറു ഭരണഘടന എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ്? അത് 42ാം ഭേദഗതിയാണ്. ചെറു ഭരണഘടന എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി 42ാം ഭേദഗതിയാണ്. ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആരിൽ നിക്ഷിപ്തമായിരിക്കുന്നു? 44ാമത്തെ ചോദ്യമാണ്. അതിന് ഉത്തരം പാർലമെൻറ്റ്. ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം പാർലമെൻറ്റിൽ നിക്ഷിപ്തമായിരിക്കുന്നു. ഓരോ വ്യക്തിയും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? അവ മൗലിക കടമകൾ എന്നറിയപ്പെടുന്നു. ഓരോ വ്യക്തിയും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? മൗലിക കടമകൾ. 46ാമത്തെ ചോദ്യം. താഴെ പറയുന്നതിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് വനിതാ സംവരണ ബിൽ 2023 പാർലമെൻറ്റിൽ നടപ്പിലാക്കിയത്? 106ാം ഭേദഗതി. വനിതാ സംവരണ ബില്ല് 2006 പാർലമെൻറ്റിൽ നടപ്പിലാക്കിയത് 106ാം ഭേദഗതി പ്രകാരമാണ്. 47ാമത്തെ ചോദ്യം. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട് വകുപ്പ് 19 പെടാത്ത പ്രസ്താവന. അത് നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്നൊരു പ്രസ്താവനയാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട് വകുപ്പ് 19 പെടാത്ത ഒരു പ്രസ്താവന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ തന്നിരിക്കുന്ന ഓപ്ഷൻ സംസാര സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും, ആയുധങ്ങളില്ലാതെ സമാധാനപരമായി സമ്മേളിക്കുക, നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യമാണ്, ഇന്ത്യയിലൂടെ സ്വതന്ത്രമായി സഞ്ചരിക്കുക. ഈ പറഞ്ഞ ഓപ്ഷനിൽ
നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്നതാണ് അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. 48ാമത്തത് സോഷ്യലിസം, മതേതരത്വം എന്നീ രണ്ട് പദങ്ങൾ 42ാം ഭേദഗതിയിലൂടെ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് കൂട്ടിച്ചേർത്തത്? അത് ആമുഖത്തിലാണ്. സോഷ്യലിസം, മതേതരത്വം എന്ന രണ്ട് പദങ്ങൾ 42ാം ഭേദഗതിയിലൂടെ ഭരണഘടനയുടെ ആമുഖത്തിലാണ് കൂട്ടിച്ചേർത്തത്. 49ാമത്തത് താഴെ തന്നിരിക്കുന്നതിൽ തെറ്റായ പ്രസ്താവനകളോ അവ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഉത്തരം വരുന്നത് 2018 ജമ്മു കാശ്മീരിൻ്റെ സംസ്ഥാന പദവി നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ഇതിൽ ബാക്കി ശരിയായിട്ട് തന്നിരിക്കുന്നത് ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി മുൻപ് നൽകുന്ന വകുപ്പായിരുന്നു 370. ഇപ്പോൾ ജമ്മു കാശ്മീർ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളാണ്. ജമ്മു കാശ്മീർ നാഷണൽ കോൺഫറൻസ് ഇവിടുത്തെ ഒരു പ്രധാന പ്രാദേശിക രാഷ്ട്രീയ പാർട്ടിയാണ്. ഈ തന്നിരിക്കുന്നത് 2018 ജമ്മു കാശ്മീരിൻ്റെ സംസ്ഥാന പദവി നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഉത്തരമായിട്ട് വരുന്നത്. 50ാമത്തെ ചോദ്യം, ഭരണഘടനയുടെ ഏത് അനുച്ഛേദം പ്രകാരമാണ് പട്ടികജാതിക്കാർക്കായുള്ള ദേശീയ കമ്മീഷൻ രൂപീകരിച്ചിരിക്കുന്നത്? അതിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 332 അനുച്ഛേദം. ഭരണഘടനയുടെ 332 അനുച്ഛേദ പ്രകാരമാണ് പട്ടികജാതിക്കാർക്കായുള്ള ദേശീയ കമ്മീഷൻ രൂപീകരിച്ചിരിക്കുന്നത്. ഇതൊരു തിരഞ്ഞെടുക്കപ്പെട്ട 50ഓളം ചോദ്യങ്ങളാണ്. ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് വീണ്ടും വരും. അപ്പോൾ നിങ്ങൾക്കിത് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും. താങ്ക് യു.